ദേശീയപാതയിൽ മൂത്തക്കുന്നം ആശുപത്രിക്ക് പിന്നിലായി തള്ളിയിരിക്കുന്ന മീൻ വേസ്റ്റുകൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു. മാലിന്യത്തിന്റെ ദുർഗന്ധത്തോടൊപ്പം വേസ്റ്റ് തിന്നാനെത്തുന്ന തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് മാലിന്യ സംസ്കരണത്തിന് വ്യക്തമായ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ. ദേശീയപാതയിൽ മൂത്തകുന്നം ആശുപത്രിയുടെയും സ്കൂളിന്റെയും പിൻഭാഗത്തായി തള്ളിയിരിക്കുന്ന മീൻ വേസ്റ്റുകൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു. മീൻ വേസ്റ്റുകൾ കൂട്ടമായി തള്ളിയിരിക്കുന്നത് മൂലം പ്രദേശം മുഴുവൻ അസഹനീയമായ ദുർഗന്ധം പടരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. പുതിയ ഹൈവേ റോഡിലാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നവർക്ക് ദുർഗന്ധം മൂലം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ദുർഗന്ധം സഹിച്ച് പഠനം തുടരേണ്ടി വരുന്നതായും പറയപ്പെടുന്നു. മാലിന്യത്തിന്റെ ദുർഗന്ധത്തോടൊപ്പം തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. മീൻ വേസ്റ്റുകൾ തിന്നാനായി രാത്രിയിലും പകൽ സമയത്തും നായ്ക്കൾ കൂട്ടത്തോടെ എത്തി പ്രദേശവാസികൾക്ക് ഭീഷണിയായി മാറുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. പഞ്ചായത്തും ആരോഗ്യവകുപ്പും മാലിന്യ സംസ്കരണത്തിന് വ്യക്തമായ സംവിധാനം ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ 100 രൂപ മുതൽ ഷർട്ടുകൾ, ജീൻസുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ 60 രൂപ, ഷിഫോൺ സാരികൾ 90 രൂപ, പട്യാലകൾ 2 എണ്ണം 100 രൂപ, ഷാളുകൾ 60 രൂപ.